എല്ലാവർക്കും നമസ്കാരം. ദേ ഇന്ന് പപ്പയും അമ്മയും തെച്ചുമോളുമൊക്കെ മലപ്പുറത്ത് നിന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം വന്നിട്ടുണ്ട് കേട്ടോ. ബാസ്ക്കറ്റ് ബോൾ മത്സരമൊക്കെ കഴിഞ്ഞു, അവർ വിജയിച്ചു. അങ്ങനെ ദേ അമ്മയാണെങ്കിൽ വന്ന പാടെ എൻ്റെ കുറച്ച് ഡ്രസ്സ് എനിക്ക് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വൈകിട്ട് കഴുകാമെന്നും പറഞ്ഞെടുത്ത് വെച്ചിരുന്നതാണ്. അമ്മ അതെല്ലാം കഴുകിയിട്ട് ദേ മിറ്റവും തൂത്ത്. നിങ്ങൾ വിചാരിക്കും ഞാൻ അമ്മയെ കൊണ്ട് ജോലി ചെയ്യിക്കായിരിക്കുമെന്ന്. ഒരിക്കലല്ല, ഞാൻ പറയുന്നുണ്ട് അമ്മ ഇത്രയും ലോങ് യാത്ര ചെയ്ത് വന്നതല്ലേ, ഇപ്പോൾ കുറച്ച് നേരം പോയി കിടക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അമ്മയോടെ കേൾക്കാൻ അമ്മ പറയുന്നത് അപ്പോൾ അത്രയും ജോലി നിനക്ക് കുറഞ്ഞു കിട്ടുമല്ലോ എന്നാണ്. നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പം ഒറ്റയ്ക്ക് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ. പിന്നെ നമ്മുടെ വീട്ടിൽ പോകണമെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, നമുക്ക് ഒരു പണിയില്ല, ഏറ്റവും കൂടുതൽ കിടന്ന് ഉറങ്ങുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ. അപ്പോൾ ഇത് ഇവിടെ പിടിച്ചൊരു കൊലയായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചത്, ഞാലിപ്പൂവൻ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അന്ന് ഇവിടുത്തെ പപ്പ വിപണിയിൽ നിന്ന് കുറച്ച് നാടൻ പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് വഴുതനങ്ങ, പിന്നെ വെണ്ടയ്ക്ക, കോവയ്ക്ക. അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായതുകൊണ്ട് കോവയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ കോവയ്ക്കയും പിന്നെ കറിവേപ്പിലയും വടക്കംപുളി ഇവിടുത്തെ അമ്മ നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് പെരുമ്പുഴയിലോട്ടും കൊടുത്തു വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതെല്ലാം എടുത്തൊരു കവറിലോട്ട് ആക്കുകയാണ് കേട്ടോ. അന്ന് പപ്പ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട്, അമ്മായിയച്ഛനും അമ്മായിയമ്മയൊക്കെ പാവമാണല്ലോ, എങ്ങനെയുണ്ട് എന്നൊക്കെ. പാവമാണ് കേട്ടോ. അവരെപ്പറ്റി പറയാനാണെങ്കിൽ അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ കുറച്ചധികം പേര് ഓരോ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് പോയിട്ട് അവരുടെ വീടുകളിൽ, അതായത് ചെന്ന് കയറുന്നിടത്ത് അവർക്കൊരു ഫ്രീഡം ഇല്ല. പിന്നെ ഈ അടുക്കള ഭരണം, അമ്മായിയമ്മമാർ അടുക്കള ഒരിക്കലും അവർക്ക് വിട്ടു കൊടുക്കില്ല എന്നൊക്കെ. എന്തെങ്കിലും വെക്കാൻ നേരം അതെന്തിനാ അങ്ങനെ എടുക്കുന്നത്, ഇതെന്തിനാ വെക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുകയും അവർക്കൊരു ഫ്രീഡം കിട്ടില്ല. അത് ഒട്ടുമിക്ക എല്ലായിടത്തും നടക്കുന്നൊരു കാര്യമാണ്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിൽ അവർ നമ്മളെ മകളെപ്പോലെ കാണണമെന്നാണല്ലോ. അല്ലെങ്കിൽ അവിടെ അങ്ങനെ കണ്ടില്ലെങ്കിലാണ് അവിടെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. രണ്ട് കുടുംബങ്ങളും നല്ല രീതിയിൽ പോയാലല്ല ആ ഒരു ബന്ധം എപ്പോഴും നല്ല രീതിയിൽ പോവുള്ളൂ. അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, അങ്ങനെയൊക്കെ ചില അമ്മായിയമ്മമാരൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയുകയോ എടുക്കുകയോ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക, അത്രയേ ഉള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അങ്ങനെ ഈ പപ്പയും അമ്മയൊക്കെ ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവിടുത്തെ അമ്മ പറഞ്ഞ് അതും കൂടെ എടുത്ത് കൊടുക്കും മോളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടെ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ പിന്നെ ഇങ്ങനെ അമ്മ വിചാരിക്കുക ഓൾ ഇത്രയും നന്നായിട്ടൊക്കെ മീൻകറിയൊക്കെ ഉണ്ടാക്കുമെന്നാണ് അമ്മ വിചാരിക്കുന്നത്. പപ്പ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറച്ച് വെള്ളം എടുത്തോട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പപ്പ അങ്ങനെ വീഡിയോയ്ക്ക് ഒന്നും അങ്ങനെ ഇരുന്ന് തരാത്ത ആളാണ്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേ പോവാണ്. വെച്ചു പിന്നെ അമ്മയുടെ ഷോൾ കെട്ടി അപ്പം എടുത്തങ്ങ് ഇടും കേട്ടോ. ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ് അടുത്ത റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ പോവാണ് കേട്ടോ. എൻ്റെ ബാഗ് കൊടുത്തോണ്ടാണ് അമ്മ പോകുന്നത്. അമ്മയ്ക്ക് ആ ബാഗ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അമ്മ എടുത്ത്. ഇതൊരു ആലപ്പുഴയ്ക്ക് പോയപ്പോൾ വാങ്ങിയൊരു ബാഗായിരുന്നു കേട്ടോ. അങ്ങനെ സുഹിത്തും അമ്മയും പപ്പയൊക്കെ പെരുമ്പുഴയിലോട്ട് പോവാണ്. ഇന്നിവിടെ നിൽക്കാൻ പറഞ്ഞതാണ് കേട്ടോ, എന്നിട്ട് നിന്നില്ല. പപ്പയ്ക്ക് നാളെ രാവിലെ എവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വെളുപ്പിനെയൊക്കെ എണീറ്റൊക്കെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവാണ് കേട്ടോ. ഞാനാണെങ്കിൽ കാറിനകത്ത് അമ്മ മലപ്പുറത്ത് കുറേ മറ്റേ അടുക്കുമുല്ല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് കാറിൽ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. എൻ്റെ അമ്മ കാർ എടുക്കുന്നുണ്ട്, ആ ചെടിയുടെ മണ്ടയ്ക്കൂടാണ് അമ്മ കാറും എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.